ആ ഒരു കണക്ടിവിറ്റിയുടെ ഇഷ്യൂ പരിഹരിക്കാൻ. കാരണം നമുക്ക് ലെബനോൻ അതിർത്തി മേഖല വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ഘട്ടത്തിൽ. അതിനാൽ തന്നെ അവിടെ നിന്നുള്ള വാർത്തകൾ, അവിടെ നിന്നുള്ള ഒരു അപ്ഡേഷൻസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമാക്കാം. ഒരു 14th വേവ് ഓഫ് അറ്റാക്കാണ് ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ ഇറാന് നേർക്ക് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. 14th വേവ് ഓഫ് അറ്റാക്ക് ആണ് ഇസ്രായേൽ ഇറാന് നേർക്ക് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ബഹ്റിനിലെ ഇസ്രായേൽ എംബസി സ്ഥിതി ചെയ്യുന്ന ആ ഒരു മേഖലയിലേക്ക് ഇറാൻ ആക്രമണം നടത്തി. നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഒപ്പം തന്നെ സൗദിയിലെ കുവൈറ്റിലെ അലി അൽ സലേം എയർബേസിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. ഇറാന്റെ അതെല്ലാം തകർക്കാൻ ഗൾഫ് മേഖലയ്ക്കും ഒപ്പം തന്നെ അമേരിക്കയ്ക്കും സാധിക്കുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒപ്പം ഈ IRGC നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ ക്രൂരമായിട്ടുള്ള ചില പ്രസ്താവനകൾ വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു മൈന്യൂട്ട് ആയിട്ടാണെങ്കിലും ഒരു പ്രോ ഇസ്രായേൽ പ്രോ US സ്റ്റാൻഡ് സ്വീകരിക്കുന്നത്, കൊച്ചുകുട്ടി ആയിക്കോട്ടെ ഉടനടി ഷൂട്ട് അറ്റ് സൈറ്റ് അതിന് ഉത്തരവിട്ടിരിക്കുന്നു എന്ന് IRGC നേതൃത്വം കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു സ്റ്റേറ്റ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രസ്താവനയിൽ പറയുകയുണ്ട്. അപ്പോൾ എത്രത്തോളം ക്രൂരമായിട്ടാണ് സ്വന്തം ജനങ്ങൾക്ക് നേരെ അവർ ആക്രമണം അഴിച്ചുവിടുന്നത് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത് കൊച്ചുകുട്ടി, അത് കുഞ്ഞു കുട്ടിയായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കുട്ടിയായി കൗമാരക്കാരനായിക്കോട്ടെ, ഒരു മൈന്യൂട്ടായിട്ടാണെങ്കിൽ ഒരു ഇസ്രായേൽ അല്ലെങ്കിൽ പ്രോ അമേരിക്കൻ സ്റ്റാൻഡ് സ്വീകരിച്ചു കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചന അവരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ ഷൂട്ട് അറ്റ് സൈറ്റ് അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലുവാനുള്ള ഉത്തരവ് ഞങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു വാർത്ത പുറത്തു വരികയുണ്ടായി. ഒപ്പം നമ്മൾ അസർബൈജാനിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം അസർബൈജാനിലേക്ക് ഇറാന്റെ ഒരു ഡ്രോൺ ആക്രമണം അവരുടെ ഒരു വിമാനത്താവളത്തിലേക്കാണ്, ആ ബോർഡറിന്റെ അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു വിമാനത്താവളത്തിലേക്കാണ് ഇറാന്റെ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായത്. താൽക്കാലികമായിട്ടാണെങ്കിലും അവരുടെ ആ ഒരു സദേൺ മേഖലയിലെ ഒരു എയർ സ്പേസ് കഴിഞ്ഞ മണിക്കൂറുകൾ അവർ ക്ലോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലീവ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇസ്രായേൽ നടത്തിയത് ഒരു ടെററിസ്റ്റ് ആക്ട് ആണ്, ഒരു ഭീകര പ്രവൃത്തി തന്നെയാണ് എന്ന് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലീവ് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി അസർബൈജാന്റെ ഭാഗത്തുനിന്ന് ഇറാന് നേർക്കുണ്ടാകും എന്ന ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് അസർബൈജാൻ പ്രസിഡന്റ് നൽകുന്നു. ഇനി ലെബനോൻ പ്രൈം മിനിസ്റ്റർ നവാഫ് സലേം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതെങ്കിലും തരത്തിൽ IRGCയിലെ സൈനികർ അല്ലെങ്കിൽ ഈ ഹിസ്ബുള്ളകൾ ഈ ലെബനോന്റെ മണ്ണിൽ നിന്ന് ഒരു മിലിറ്ററി ആക്ടിവിറ്റിക്ക് പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നീക്കം നടത്തുവാൻ, അതിനെ തടയിടുവാൻ ലെബനീസ് പ്രസിഡന്റ് നവാഫ് സലേം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ലെബനോൻ അതിർത്തിയിൽ നിന്നും നമുക്ക്